വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിൽ അമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ലവരായ അമ്മമാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പാല് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റിന് താഴെയായിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കമൻറ്റ്സ് കുറച്ച് ചേട്ടന്മാർ ഇട്ടിട്ടുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചേട്ടന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ വേറെയുള്ള ചേട്ടന്മാർക്കൊക്കെ നമ്മൾ മലയാളികൾ എല്ലാവരും ചേർന്ന് നല്ലപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചേട്ടന്മാർ ഇനി പാല് പോയിട്ട് ചായ പോലും കുടിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ജോർജ് കുട്ടി എന്നൊരു ചേട്ടൻ ഈ ഒരു പോസ്റ്റിന് താഴെയായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു കൈ പൊട്ടിയ ഒരു ചേട്ടന്റെ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ജോർജ് കുട്ടി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ള അരുവിക്കര മൈലം സ്വദേശിയായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടന്റെ ഫോട്ടോ ആണ് ജോർജ് കുട്ടി എന്ന പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചേട്ടനെ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് പറ്റിയിട്ട് കൈക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചേട്ടൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എക്സിബിഷനോ അല്ലെങ്കിൽ തെരുവോര കച്ചവടമൊക്കെ നടത്തുന്ന ഒരാളാണ് ഈ ചേട്ടൻ. അവർക്ക് ഒരു കേരള എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആക്ച്വലി അവരുടെ ഈ ഒരു മെമ്പേഴ്സിനൊക്കെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഫിനാൻഷ്യലി അവർ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഈ ചേട്ടന് ഫിനാൻഷ്യലി ഹെൽപ്പ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ചേട്ടന്റെ ഈ കൈ പൊട്ടിയ ഫോട്ടോ ഈ കേരള എക്സിബിഷൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ട് ഇതാണ് ഈ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടിട്ടുള്ള ജോർജ് കുട്ടി എന്ന പേരിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫോട്ടോ വളരെയധികം വൈറലാവുകയും ഈ ചേട്ടന് വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള കമന്റ്സ് വരികയും കോൾസ് വരികയും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഈ ഒരു കാര്യത്തിലൂടെ ഇപ്പം വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ദുരന്തം. അപ്പോൾ അവിടെ അകപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നു. ആ കുടുംബത്തിലെ ഒരു സ്ത്രീക്കെതിരെ ഒരുപാട് കമൻറ്റുകൾ വന്നു. അതായത് ആ കമൻറ്റ് ബോക്സ് ഒരുപാട് അശ്ലീല കമൻറ്റുണ്ട്. അപ്പോൾ ഈ 2 ദിവസമായി താങ്കളുടെ ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. എന്താണ് താങ്കൾക്കും പണി കിട്ടിയെന്ന് പറയും. എന്താണ് സത്യാവസ്ഥ? എൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് എൻ്റെ കാർ ആക്സിഡൻ്റായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ 27-ാം തീയതി മുതൽ അഡ്മിറ്റാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സംഘടനയാണ്, അത് എക്സിബിഷൻ ഗ്രൂപ്പിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ കൈയുടെ ഓപ്പറേഷനൊക്കെ നല്ല പൈസയാണ്. പ്ലാസ്റ്റിക് സർജറി 2 ഓപ്പറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. അപ്പോൾ ഈ സാമ്പത്തികം ഇല്ലാത്ത രീതി ഞാൻ ശനിയാഴ്ച 2-ാം തീയതി 10 മണിക്ക് ഞാൻ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ആ എക്സിബിഷനിൽ. ആ കൂട്ടായ്മയിലേക്ക് എൻ്റെ ഈ ഫോട്ടോ അതായത് ഡ്രസ്സ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ എക്സിബിഷൻ ഗ്രൂപ്പിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു. ആ അയച്ചു കൊടുത്ത ഒരു രാത്രി ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ അറിയുന്നത്, ഇങ്ങനെ വയനാട് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്ന് അതിൻ്റെ ജോർജ് കുട്ടിക്ക് പണി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനും അതിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടാണത്. അപ്പോൾ ഞാനിത് എന്താണ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. ഈ സംഭവം പോലെ എനിക്ക് വാർത്ത പോലും നോക്കാനുള്ള സമയമില്ല. കാരണം ഞാൻ ഈ വേദന കൊണ്ട് കഴിയുന്ന ഞാൻ ഒരിക്കലും നെറ്റ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് മൊത്തത്തിൽ പ്രയോഗിച്ച് വന്നതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ജോർജ് കുട്ടിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് വിശ്വാസം എന്നാണ്, വിശ്വാസ് രഞ്ജിത്താണ്. ഞാൻ ഇവിടെ അരുവിക്കരയാണ് മൈലും, അത് തിരുവനന്തപുരം അരുവിക്കര മൈലും സ്വദേശിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടൊരു ഫോട്ടോയാണ്, അത് ഇതേ രീതിയിലുള്ളൊരു വെച്ച് കെട്ടിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഈ ഫോട്ടോയാണ് എടുത്തിട്ട് പ്രചരിച്ചിരിക്കണം. കാരണം എനിക്ക് വേറെ ഒന്നുമല്ല, ഇതിപ്പം എൻ്റെ വീട്ടിലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്ക് മോളുണ്ട്, വൈഫ്, എൻ്റെ ഫാമിലി മൊത്തം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, സമൂഹം മൊത്തത്തിൽ. കാരണം ഈ ഒരു വലിയൊരു ദുരന്തം നടന്നെടുത്ത് ഇങ്ങനൊരു കമൻ്റ് ഇട്ടിട്ട് ഏതൊരു രാജ്യദ്രോഹ കുറ്റത്തിനുള്ള അതേ ഒരു വകുപ്പിലാണ് എന്നെ കാണുന്നത്. അപ്പോൾ ഞാനല്ല, നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചറിയണം. എൻ്റെ ഫോട്ടോ ചീറ്റ് ചെയ്ത് ആരും എടുത്തിട്ടാണ്. അപ്പോൾ അതിന് കമന്റ് ഇട്ടപ്പോൾ ഇങ്ങനെ ന്യൂസ് വന്നപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രതികരണം കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് അറിയാമായിരുന്നു ഞാനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കിതിനേക്ക് ഞാൻ ഈ മൊബൈലോ അല്ല വെച്ചിട്ട് നോക്കാനുള്ള സമയമല്ല, വേദന കൊണ്ട് അത് നോക്കൂല എന്നുള്ളൊരു ഉറപ്പ് വൈഫിനുണ്ട്. വൈഫ് കൂടെ ഉണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് ഒരുപാട് കോൾ വൈഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡല്ലേ, എന്ത് പറ്റി, ഇതെന്താ ഇതൊക്കെ മോശമല്ല ഇടപാടല്ലേ. അതല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിനിടയിൽ എനിക്ക് പിന്നെ ഈ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്കിന്ന് ജീവൻ തിരിച്ചു കിട്ടി. അതേസമയം ഞാൻ പുറത്തെ സമൂഹത്തിലാണെങ്കിൽ എന്നെ ജനങ്ങൾ ഉറപ്പായിട്ട് എന്നെ കൈയേറ്റം ചെയ്യും. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അത് മാത്രമല്ല, ഇത് ചെയ്ത വ്യക്തി ആരായാലും അത് നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം. സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഡയറക്റ്റ് പോയി പരാതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് അറിഞ്ഞത് 2-ാം തീയതിയാണ് ഇത് അറിഞ്ഞത്. 3-ാം തീയതി ഞാൻ വിളിച്ചു, 4-ാം തീയതി വിളിച്ചു, ഇന്നിപ്പോൾ 5-ാം തീയതി ആയി. ഞാനിപ്പോൾ 4-ാം തീയതി വിളിച്ചപ്പോഴത്തേക്കും 2 വട്ടം വിളിച്ചപ്പോഴത്തേക്കും അവർ സാറിൻ്റെ പറയാം മെഡിക്കൽ കോളേജിൽ സാർ. അപ്പോൾ അത് അറിഞ്ഞായിരുന്നു, ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു, വരാമെന്ന് പറഞ്ഞല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ച പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല ഇതുവരെ.
അപ്പം എനിക്ക് എന്താണ് ഒരു ആപത്ത് വരുമ്പോൾ ഇതുപോലെ ആവരുത്. എന്തും നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലേ നമ്മൾ ഇതുപോലെ ഒരുപാട് പേര് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ വഴി ആരെയും ചീറ്റ് ചെയ്തൊരു ഇതുണ്ടാവരുത്. താങ്കൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ എക്സിബിഷൻ ഫീൽഡാണ്. അത് കേരളത്തിൽ എല്ലായിടത്തും പോകും. നമുക്കിപ്പം തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും കണ്ണൂരായാലും ഓൾ കേരള മൊത്തത്തിൽ എക്സിബിഷൻ, അത് മേളകൾ പറഞ്ഞെടുത്ത് കച്ചവടം ചെയ്യുന്നതാണ്. അതാണ് ജോലി ചെയ്യുന്നത്. ആ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ഫോട്ടോ പുറത്തു വിട്ടത്? ആ ഗ്രൂപ്പിലുള്ള വ്യക്തി ആയിരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. ഈ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് അവരുടെ കണ്ണീര് കണ്ടിട്ട് സന്തോഷിക്കുന്ന കുറച്ച് ആളുകൾ ഈ ലോകത്തുണ്ട്. അത്തരക്കാർക്ക് മാത്രമാണ് ഇത്രയും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ചേട്ടന്റെ ഫോട്ടോ എടുത്തിട്ട് വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ളവർ ആരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിലേക്കും കൊണ്ടുവരണം. ഒന്നും അറിയാത്ത ആ പാവം എത്രമാത്രം സോഷ്യൽ ബുള്ളിയിങ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അനുഭവിച്ചിട്ടുള്ളത്. അതേ രീതിയിലുള്ളതോ അതുക്കും മേലെയുള്ളതോ ആയിട്ടുള്ള ഒരു ബുള്ളിങ് ഇയാളും അനുഭവിക്കണം. അപ്പൊ മാത്രമേ ഈ ഒരു ചേട്ടൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പെയിൻ ഇയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇയാൾക്ക് എത്ര കിട്ടിയാലും ഒരു പെയിൻ ഉണ്ടാവുന്നത്. കാരണം ഇത്തരം ആക്ടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ വല്ല കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു പാവം മനുഷ്യൻ ആക്സിഡന്റ് ആയി കിടക്കുന്ന ആ മനുഷ്യന്റെ ഫോട്ടോ എടുത്തിട്ട് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ബുള്ളിങ് കിട്ടിയാലൊന്നും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും നമ്മൾക്കൊരു സമാധാനം കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഈ പ്രവൃത്തി ചെയ്ത ആളെ സോഷ്യൽ മീഡിയക്ക് മുന്നേ കൊണ്ടുവരണം. ഈ ചേട്ടൻ എന്താണോ അനുഭവിച്ചിട്ടുള്ളത് അതേ രീതിയിലുള്ള ഒരു ബുള്ളിങ് ഇയാളും അനുഭവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ യാതൊരു തെറ്റും ചെയ്യാതെയാണ് ഈ ചേട്ടന്റെ വൈഫിന്റെയും മക്കളുടെയും എന്തിനും സൊസൈറ്റിയുടെ മുന്നിൽ പോലും അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിയമത്തിന്റെ മുന്നിൽ എത്രയും പെട്ടെന്ന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് സുരാജ് ചേട്ടൻ അഭിനയിച്ചിട്ടുള്ള വികൃതി എന്ന മൂവിയിലെ എൽദോ എന്ന ക്യാരക്ടറിനെയാണ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നത്. ന്യൂമോണിയ ബാധിച്ച മകളെ ഉറക്കളച്ച് മകളെ നോക്കിയതിനു ശേഷം മെട്രോയിൽ ഉറങ്ങിപ്പോയിട്ടുള്ള എൽദോനെ വീഡിയോ എടുത്തിട്ട് പാമ്പ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ വളരെ മനോഹരമായിട്ട് സുരാജ് ചേട്ടൻ അവതരിപ്പിച്ചത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടറാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. സെക്കൻഡ്സുകൾക്കുള്ളിൽ നമുക്കിത് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു സോഴ്സ് എന്താണ്, ആ ഒരു സോഴ്സ് വാലിഡ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മളെപ്പോഴും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ ഒരു നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ മുകളിൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരാള് ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് വരാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു സോഴ്സ് വാലിഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. വെറുതെ കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്ന കണ്ടന്റിന്റെ സോഴ്സ് വാലിഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.